അമ്മേ ശരണം, ദേവീ ശരണം. ചോറ്റാനിക്കര ഭഗവതിക്ക് എന്നും ഇരട്ട അഭിഷേകം. ചോറ്റാനിക്കര അമ്മയ്ക്ക് ദിനവും ഇരട്ട അഭിഷേകമാണ് നടത്തപ്പെടുന്നത്. മേൽക്കാവ് ഭഗവതി സ്വയംഭൂ രുദ്രാക്ഷശിലയിൽ കുടികൊള്ളുന്നു. ധാരാളം ജലം ഇതിലേക്ക് അഭിഷേകം ചെയ്യുന്നു. മറ്റു മഹാക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ദിനവും നവകലശം ആടാറില്ല. രാവിലെ തന്നെ 2 പ്രധാന അഭിഷേകം നടത്തും. ഇരട്ടാഭിഷേകം. ഒന്ന് പൊതുവെയുള്ള അഭിഷേകവും മറ്റൊന്ന് യക്ഷിയെ നിഗ്രഹിച്ച ശേഷമുള്ള അഭിഷേകവും. ചോറ്റാനിക്കര അമ്മ യക്ഷിയെ നിഗ്രഹിച്ച് തൻ്റെ ഭക്തനായ ഗുപ്തൻ നമ്പൂതിരിയെ രക്ഷിച്ചു. അതിൻ്റെ തെളിവെന്ന പോലെ മേൽക്കാവിൽ ദേവിയുടെ ബിംബത്തിൽ രക്തം പുരണ്ടിരിക്കുന്നത് പൂജാരിമാർ കാണുകയും അത് കഴുകിക്കളയാൻ 2ാമത് അഭിഷേകം നടത്തുകയുമുണ്ടായി. അത് നിത്യാഭിഷേകമായി മാറുകയും ചെയ്തു. അഭിഷേകശേഷം ചിരട്ടയിൽ നിവേദ്യം നടത്തപ്പെടുന്നു. ദേവിയുടെ ചൈതന്യം ശിലയിൽ ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോൾ ചിരട്ടയിലാണ് അന്ന് നിവേദ്യം നടത്തിയത്. ഈ സ്മരണ നിലനിർത്താൻ ഇപ്പോഴും ദേവിക്ക് ആദ്യ നിവേദ്യം ചിരട്ടയിൽ നടത്തപ്പെടുന്നു. നട തുറന്ന അഭിഷേകം കഴിഞ്ഞാലടിയൻ്റെ ഹൃദയമാം ചിരട്ടയിൽ നേദ്യം ഞാൻ കണിവയ്ക്കും ജന്മസമ്പാദ്യം. ചോറ്റാനിക്കര അമ്മേ ശരണം.